അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ല് 4-ാം വാല്യം 51-ാം പേജ്. വഫിൽ ഖദീമി എന്നാൽ ഖദീമായ കൗലുണ്ട് തതറബ്ബസു, ഈ ഭർത്താവ് സഫർ കൊണ്ടോ മറ്റോ മറിഞ്ഞിട്ട് അയാളെ യാതൊരു വിഷയവുമില്ല എങ്കിൽ ആ ഭാര്യക്ക് ഭാര്യ പ്രതീക്ഷിക്കണമെന്ന് അർബാസിനീന 4 കൊല്ലം കാത്തിക്കണം. സുമ്മത്തത്തു ഹംലിൻ്റെ മുദ്ദയിൽ വെച്ചിട്ട് അധികരിച്ച് 4 വർഷമാണല്ലോ. അപ്പോൾ 4 വർഷം അവൾ കാത്തിക്കുക. 4 വർഷം കഴിഞ്ഞിട്ട് അവൾക്ക് ഹംലൊന്നും ഇല്ലയെന്ന് ബോധ്യപ്പെട്ടല്ലോ. അങ്ങനെ ബോധ്യപ്പെട്ടിട്ടാണ് സുമ്മത്തത്തോൾ ഇദ്ദിരിക്കണം ലിവഫാത്തിൻ, ഹായിബായ ഭർത്താവ് വഫാത്തായി എന്നുള്ള കാരണത്തിന് വേണ്ടി ഇദ്ദിരിക്കുക. അപ്പോൾ തങ്കഹു നക്കഹങ്കഹു, എന്നിട്ട് അവൾ വിവാഹിതാകുകയും ചെയ്യാം, ഹൈറോ വേറോ ഭർത്താവിനൊക്കെ വിവാഹിതാകുകയും ചെയ്യാം എന്ന് ഖദീമിലുണ്ട്. ഖലാബിദാലിക്ക, ഈ ഖദീം കൊണ്ട് വിധിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് അള്ളാഹു തൻ്റെ ഖിലാഫത്ത് കാലത്ത് വിധിച്ചിട്ടുണ്ട്. റവാഹു മാലിക്കുൻ, അദ്ദേഹം എങ്ങനെ വിധിച്ചു എന്നതിന് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുഹിസബുൽ മുദ്ദത്തു, അപ്പോൾ ഈ 4 കൊല്ലം കാത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ 4 കൊല്ലത്തിനെ കണക്കാക്കപ്പെടുക വക്തിൻ കിത്തായിൽ ഖബരി, ഈ ഭർത്താവിൻ്റെ വിഷയം മുറിഞ്ഞത് മുതൽക്കാണ്. യാതൊരു അഡ്രസ്സും ഇല്ല, കത്തുമില്ല, കമ്പിയുമില്ല, ഫോണുമില്ല, കണ്ടോലുമില്ല, കേട്ടോലുമില്ല, അങ്ങനത്തെ അവസ്ഥ വന്നത് മുതൽക്കാണ്. ലാക്കിൻ, അങ്ങനെ അവൾക്ക് ചെയ്യാമെങ്കിലും, ഖദീം പ്രകാരം അവൾക്ക് ഈ പറഞ്ഞ മാതിരി ചെയ്യാമെങ്കിലും തഫ്തക്കിറു, ആ ഗായിബായ ആളുടെ ഭാര്യ ആവശ്യമാകും ഇലാ റബ്ബിൽ ഖാദി, ഖാദി നിശ്ചയിച്ചു കൊടുക്കണം. ആ നാട്ടിലെ ഖാദി നിശ്ചയിച്ചു കൊടുക്കണം ലഹ, ഈ 4 കൊല്ലം എന്ന മുദ്ദനെ ഫിൽ അസുഹി, അസുഹ് പ്രകാരം. ഫലാ യുസ്ബം, ഖാദി കണക്കായി കൊടുക്കുന്നത് പ്രകാരമാണ് കൂട്ടുക എന്നുള്ള പ്രകാരം കണക്കിലെടുക്കപ്പെടില്ല. മാമദാ ഖബ്ലഹു, ഖാദി കണക്കായി കൊടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയത്. അപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെയാണ്, അല്ലെങ്കിൽ 1-2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഖാദി കണക്കായി കൊടുക്കുന്നത്. എന്നാൽ ആ മുമ്പത് കൂട്ടൂല, കണക്കായി കൊടുത്തത് മുതൽക്ക് 4 കൊല്ലമാണ്. അപ്പോൾ ഇതാ റബഹ, അങ്ങനെ ഖാദിയർ ഈ 4 വർഷം എന്നുള്ള ഈ മുദ്ദനെ കണക്കാക്കി കൊടുത്തു. വാദുഹൂരിൽ ഹാലി ബിന്ദുഹു, ഖാദിനെടുക്കൽ അവസ്ഥ വെളിവായതിൻ്റെ ശേഷം ചുമപ്പെടുക്കൽ വിഷയങ്ങളൊക്കെ സ്ഥിരപ്പെട്ടു, അതിൻ്റെ ശേഷം മൂപ്പർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിഷയങ്ങളൊക്കെ സ്ഥിരപ്പെട്ടതിന് ശേഷം അയാൾ മുദ്ദ കണക്കായി കൊടുത്തു. അപ്പം മല്ലത്ത് അങ്ങനെ കണക്കായി കൊടുത്ത 4 വർഷം ആകുന്ന മുദ്ദ കഴിയുകയും ചെയ്തു. എന്നാൽ ഫലാബുദ്ധ അവിടെ കൂടാതെ കഴിയൂരാമിൻ ഹുക്മി വഫാത്തിഹി, അടയാൾ വഫാത്തായി എന്നുള്ളതായിരിക്കുന്ന വിധി അവിടെ വരും. അപ്പോൾ ഉസൂൽ ഫുർഖത്തി, അതുപോലെ ഈ ഭാര്യ മഹായിബായ ഭർത്താവിൻ്റെയും ഇവിടെയും ഇടയിലുള്ള ബന്ധവിച്ഛേദനം കരസ്ഥമാവുകയും ചെയ്യും എന്നാണ് ഫിലസുഹി അസുഖ പ്രകാരം. വഹൽ യംഫുദുൽ ഹുക്മു, ഇപ്പം ഇവൾ വഫാത്തായി എന്നുള്ള, ഈ ഭർത്താവ് വഫാത്തായി എന്നുള്ള ഹുക്മ വന്നല്ലോ, ആ ഹുക്മ പ്രാബല്യത്തിൽ വരുമോ? വഹൽ യംഫുദുൽ ഹുക്മു ബിൽ ഫുർഖത്തി, ഈ ഹായിബായ ഭർത്താവും ഇവളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, വിട്ടുപിരിഞ്ഞു എന്നുള്ള ഈ ഹുക്മ നടപ്പിൽ വരുമോ? ലാഹിറം വ ബാത്തിന, ലാഹിറിൽ അഥവാ ഇസ്ലാമിക കോടതിയിലും ബാത്തിൻ അള്ളാഹുവിൻ്റെ അടുക്കലും, പിന്നെ രണ്ടിടത്തും അത് പ്രാബല്യത്തിൽ വരുമോ? കൽ ഫസ്ഖിബിൽ ഉന്നത്തി, ഭർത്താവിനക്ക് ഉന്നത്തുണ്ട്, ജിമാന് ശേഷി കൈവില്ല എന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ നിക്കാഹ് ഫസ്ഖ് ചെയ്താൽ അവിടെ ആ ഫുർഖത്ത് കൊണ്ടുള്ളതായിരിക്കുന്ന ഹുക്മ് ലാഹിറിലും ബാത്തിലും പ്രാബല്യത്തിൽ വരും. എന്ന മാതിരി ഇവിടെ അങ്ങനെ പ്രാബല്യത്തിൽ വരുമോ? അത് ലാഹിറം ഫക്കത്ത്, അല്ലെ ലാഹിറിൽ മാത്രമേ നടപ്പിൽ വരുള്ളൂ, കോടതിയിൽ അങ്ങനെ വിധി വരും, പക്ഷേ അള്ളാഹിൻ്റെ അടുക്കൽ ഇവർക്ക് ഇനി വേറെ ആളായിട്ട് ബന്ധപ്പെടാനൊന്നും വിവാഹം ചെയ്യാനൊന്നും പറ്റൂല എന്നാണോ? വജിഹാനി ഇങ്ങനെ 2 അഭിപ്രായമുണ്ട്. മുസ്തനദുസ്ഥാനി, അത് ലാഹിറിൽ മാത്രമേ പ്രാബല്യത്തിൽ വരുള്ളൂ, അള്ളാഹിൻ്റെ അടുക്കൽ പിന്നെ പ്രാബല്യത്തിൽ വരൂല, ബാത്തിൽ വരൂല എന്നുള്ളതിൻ്റെ തെളിവ് അന്ന ഉമർ റളിയല്ലാഹു അൻഹു, നിശ്ചയം നേരത്തെ ഈ ഖദീം പ്രകാരം വിധിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലമ്മാ ആദൽ മഫ്കൂദു, ആ അഡ്രസ്സ് ഇല്ലാതായിരിക്കുന്ന ഭർത്താവുണ്ടല്ലോ, അയാൾ തിരിച്ചു വന്നതിന് ശേഷം മക്കനഹു, ആ ഭർത്താവിലേക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു മിൻ അഖദി സൗജത്തിഹി, നേരത്തെ ഉമർലാനും വിധിച്ചല്ലോ ഒരു വിട്ടുപിരിഞ്ഞു, അതേ ഭാര്യയാക്കി സ്വീകരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. അപ്പം ബാത്തിൽ നടപ്പിൽ വന്നെങ്കിൽ പിന്നെ അതിന് പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ബാത്തിൽ നടപ്പിൽ വരൂല, ലാഹിറിൽ മാത്രമേ വരൂ. റവാഹുൽ ബൈഹക്കിയു, ഈ സംഭവത്തിനെ ബൈഹക്കിമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലു ഹുക്മ ബിൽ ഖദീമി, അപ്പോൾ ഈ ഖദീം പ്രകാരം അഥവാ അഡ്രസ്സില്ലാതെ നിനക്ക് ഭർത്താവിൻ്റെ അഡ്രസ്സില്ലാതായാൽ അവിടെ 4 മാസം കാത്തു നിന്നിട്ട് പിന്നോൾക്ക് വഫാത്തിൽ എത്തിയിരുന്നു വിവാഹം എന്ന ഈ കൗല് പ്രകാരം വിധിക്കപ്പെട്ടു. ഐ ബിമാ ഖീലഫി, അത് ഈ ഖദീമിൽ പറയപ്പെട്ടത് പ്രകാരം വിധിക്കപ്പെട്ടു. എന്താ ഖദീം പറയപ്പെട്ടത്? വഫാത്തി, ഭർത്താവ് വഫാത്തായി എന്നും വസൂൽ ഫുർഖത്തി, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞു എന്നും ബാദൽ മുദ്ദത്തി, ഇങ്ങനെ 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വിധിക്കപ്പെട്ടാൽ, അല്ല ഫലു ഹക്കമ നട്ടു, ഫലു ഹക്കമ വിധിച്ചാൽ ബിൽ ഖദീം, ഈ ഖദീം പ്രകാരം അഥവാ പിന്നെ 4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നെ ബന്ധം പിരിഞ്ഞിട്ടുണ്ട് വഫാത്തായിട്ടുണ്ട് എന്ന് വിധിച്ചാൽ, ആര് വിധിച്ചാൽ? ഖാദിൻ,
ഏതെങ്കിലും കാളി വിധിച്ചാൽ നുഖ്ല ഹുക്മുഹു അയാളെ വിധിയെ പൊളിക്കപ്പെടേണ്ടതാണ്. അനിൽ ജദീദ് ജദീദ് പ്രകാരം ആ ഹുക്മിലേക്ക് പ്രസക്തി ഉണ്ടാവില്ല. ഫിൽ അസുഹി അസുഹ് പ്രകാരം പൊളിക്കപ്പെടേണ്ടതാണ്. എന്തേ പൊളിക്കണം എന്നറിയാൻ കാരണം മുഖാലഫത്തിഹി അയാളുടെ വിധി എതിരായതിനു വേണ്ടി ഇതിൽ ഖിയാസിൽ ജലിയായ ഖിയാസാണ്. ജലിയായ ഖിയാസ് പറഞ്ഞാൽ മക്കീസിൻ്റെയും മക്കീസ് അലീൻ്റെ ഇടയിൽ ഫർക്കില്ല എന്ന് ഉറപ്പിക്കപ്പെടുന്നതായിരിക്കുന്ന ഖിയാസിനേക്കാണല്ലോ ജലി എന്നറിയും. ഉദാഹരണം പറഞ്ഞാൽ ഈ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെ യത്തീം കുട്ടികളെ സ്വത്തുങ്ങൾ തിന്നരുത്. എന്നാൽ കരിക്കലിനെ പറ്റി പറഞ്ഞില്ല. അപ്പോൾ കരിക്കുന്നതിനെ പിന്നെ തിന്നുന്നതിൻ്റെ മേൽ ഖിയാസാക്കുമ്പോൾ യാതൊരു ഫർക്കുമില്ല എന്നുള്ള കാര്യം വെളിവാണ്. കാരണം കുട്ടിയുടെ സ്വത്ത് നശിക്കുക എന്നുള്ളതല്ലേ, അത് കരിക്കുമ്പോൾ തിന്നുമ്പോൾ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഖിയാസിനാണല്ലോ ജലിയ ഖിയാസ്. അങ്ങനത്തെ ഖിയാസിനോട് ഈ വിധി എതിരുണ്ട്. എന്താ എതിരുണ്ട് പറയാൻ കാരണം? ഫൈന്നഹു നിശ്ചയമായിട്ടും കാര്യം അല്ലെങ്കിൽ ലാഹി കമ്പി വഫാത്തി ഈ ഹായിബായ ഭർത്താവിൻ്റെ വഫാത്ത് കൊണ്ട് വിധിക്കപ്പെടൂലല്ലോ. വിഷയത്തിൽ വിധിക്കപ്പെടൂല. ഫി ഖിസ്മത്തി മീറാത്തിഹി ആ മഫ്കൂദിൻ്റെ അനന്തരസ്വത്ത് ഊരി വെക്കുന്ന വിഷയത്തിലും ഇത്തിക്ക് ഉമ്മി വലതിഹി ആ മഫ്കൂദിൻ്റെ ഉമ്മവലതായ വെള്ളാട്ടിപ്പണ്ണി ഇത്തക്കാകുന്ന വിഷയത്തിലും വിധിക്കപ്പെടൂലല്ലോ. കത്തനയിൽ തർക്കല്ല. ജദീദും കദീമും ഒക്കെ പറയുന്നത് ആടെ അയാളെ ഉമ്മവലത് ഇത്തക്കാവുകയോ അയാളെ മീറാത്ത് ഊരിവെക്കാനോ പറ്റൂലെന്ന്. വലാഫാരിക്ക ബൈനഹുമ എത്തരത്തിൽ ഈ ഉമ്മവലത് ഇത്തക്കാകുക മീറാത്ത് ഊരിവെക്കുക അതിൻ്റെയും ബൈന ഫുർഖത്തിൻ നിക്കാഹി ഇയാളെ നിക്കാഹ് ഛേദിക്കപ്പെടുക എന്നതിൻ്റെയും ഇവിടെ വ്യത്യാസമില്ലല്ലോ. അപ്പം പിന്നെ ഉമ്മവലത് ഇത്തക്കാവൂല മീറാസിന് ഊരിവെക്കൂല എന്ന് വന്നാൽ ആടെ നിക്കാഹ് ഫുർഖത്താവൂല എന്ന് തന്നെയാണ് വിധിക്കേണ്ടത്. അതിന് വിരുദ്ധാണല്ലോ ഈ കദീം. അതുകൊണ്ട് തന്നെ പൊളിക്കണം. വൽ വജൂസാനി എന്നാൽ അസുഹിൻ്റെ മുക്കാബിലായിരിക്കുന്ന വജി ലായ് മുഖ്ലു ഹുക്മുഹു കാദിയാരെ വിധി പൊളിക്കപ്പെട്ടുണ്ടാകുന്നതാണ്. ഇമാതൊക്കെ എന്തുകൊണ്ട് വിധിച്ചു? ഈ കദീമിൽ പറഞ്ഞുകൊണ്ട് അയാൾ വിധിച്ചില്ലേ, അതിനെ പൊളിക്കപ്പെടേണ്ട. കാരണം എന്തുകൊണ്ട്? ഇഖ്തിലാഫിൽ മുജ്തഹിദിന ഫീ ആ വിഷയത്തിൽ മുജ്തഹിദീങ്ങൾക്ക് ഇഖ്തിലാഫ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ ജലിയ ഖിയാസിനോട് എന്നുള്ളത് നോക്കണ്ട. ഓരോ മുജ്തഹിദിനൊക്കെ പ്രകാരം പ്രവർത്തിക്കാമല്ലോ. കൊണ്ട് വലുവിനക്കഹത്ത് ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ 48-ാം പേജിലെ ലാസ്റ്റ് വഖീല ഇല്ലം യത്ത് ബഅദൽ വദ്ഇ ഫലാ ഇദ്ദത അലൈഹ ബിനാഅൻ അലാ അന്നൽ ഹാമില എന്നാണോ ഹായില എന്നാണോ? ഹാമില എന്നാണ് ഈ സഖാഫി ഉസ്താദ് നന്നാക്കിയിട്ടുള്ളത്. കരിങ്കപ്പാറ ഉസ്താദ് നന്നാക്കിയത് ഹായില എന്നുമാണ്. അതിലേതാ ശരി? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അവിടെ വേണ്ടത് ബിനാഅൻ അല അന്നൽ ഹായില തബ്നി എന്നാണ് വേണ്ടത്. ഇതിപ്പോൾ ഹാമിലിനെ പറ്റിയാണല്ലോ പറയണത്. ഔ റാജ ഹാമിലിനെ മടക്കിയെടുത്തു. പിന്നെ മടക്കിയെടുത്തതിന് ശേഷം തലാഖ് ചൊല്ലി. എന്നാൽ ഫബിൽ വദി പ്രസവിക്കലോടുകൂടി തങ്കതി യുദ്ധത്തോളം യുദ്ധം തീരും. ഫലു വലത്ത് ബാദർ റജയത്തി ഇനി മടക്കിയെടുത്തതിന് ശേഷം ഈ ഹാമിൽ എന്താക്കി പെറ്റു. സുമ്മ തല്ലക്ക പിന്നെ തലാഖ് ചൊല്ലി. എന്നാൽ ഇസ്തനഫ യുദ്ധത്തൻ ബിൽ അഖ്റായി കുറുകളെ കൊണ്ട് ഇതിനെ തലക്കം തുടങ്ങണം. വക്കീല ഇനി പറയപ്പെട്ടു ഇല്ലം യത്ത് ബാദൽ വളി പെറ്റതിന് ശേഷം വസി ചെയ്തിട്ടില്ലെങ്കിൽ യുദ്ധ വേണ്ട. എങ്ങനെ വേണ്ട എന്നുള്ളത് ബിനാനെടുത്തിട്ട് അല അന്നൽ ഹായില് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ വലു റാജ ഹായിലൻ ഇതേ പേജിൻ്റെ മധ്യത്തിൽ കാണാം. ഹായിലിനെ മടക്കിയെടുത്ത് സുമ്മ തല്ലക്ക ഇസ്തനഫ് തലക്കം തുടങ്ങുന്നത് വഫിൽ ഖദീമി തബി ഖദീമാർ പറഞ്ഞു അങ്ങനെ ഹായിലിനെ മടക്കിയെടുത്തിക്കുകയാണെങ്കിൽ അവൾക്ക് മാസബക്കൻ്റെ മേൽ എടുക്കാം. ആ കൗലിൻ്റെ മേൽ എടുത്തിട്ട് എന്നാണ്. അല്ല ഹായിലേക്ക് അങ്ങനെ എടുക്കാൻ എന്നുള്ള കൗലിച്ചാൽ ഖദീമാണത്. ആ ഖദീം പ്രകാരം അതിൻ്റെ മേലെടുത്തിട്ട് എന്നാണ്. അല്ലാതെ മറ്റേ ഹാമിൻ്റെ അടുത്ത് അങ്ങനെ ഒരു കൗലയുടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് അവിടെ വേണ്ടത് അല അന്നൽ ഹായില എന്ന് തന്നെയാണ്. മനസ്സിലാവുന്നത്. അല്ലാഹു അലം വൽ മുഹത്തം.